ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആർമാദിക്കുന്ന മുറിയൻസ് ടീം ഉണ്ടല്ലോ, എല്ലാം പോക്കാണെന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത്. മുമ്പ് ഒരു ഷിയാസ് കരീം ഒരുത്തിയെ കോടിക്കണക്കിന് രൂപയും തട്ടിച്ചിട്ട് ഞാൻ നിന്റെ വായിൽ അടിച്ചു തരാമെന്നൊക്കെ പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ നമ്മൾ കേട്ടതാണ്. പെണ്ണ് കെട്ടാൻ പോകുന്നു, ഭാര്യ പോരാ, ഇനിയും അഡീഷണൽ ആയിട്ട് നീയും ജീവിതത്തിൽ ഉടനീളം എൻ്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു കാദർ കരിപ്പൊടി അവനെ നാക്കിട്ട് തള്ളിത്തള്ളിയുള്ള വീഡിയോകളും പെണ്ണുങ്ങളുമായിട്ടുള്ള ചാറ്റുകളും ഒക്കെ കണ്ടു. ഒരു നന്മമരം ചമഞ്ഞിട്ട് വന്നു ഒരു ഫിറോസ് കുന്നുംപറമ്പിൽ. തഥൈവ അത് തന്നെ അവസ്ഥ. പെൺകുട്ടികളെ സ്ത്രീകളെയും മാത്രമേ സഹായിക്കുള്ളൂ എന്നുള്ള ഒരു പ്രത്യേക നന്മമരമായിരുന്നു. സഹായിക്കുക, പിന്നെ ഹോട്ടലിൽ ലോഡ്ജൊക്കെ എടുത്ത് താമസിക്കുക, ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകുക, എന്നിട്ട് വീഡിയോ ചാറ്റ് വഴി എൻ്റെ നെഞ്ച് ഇങ്ങനെയാണ് ഇനി നിന്റേത് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ചാറ്റിങ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് വേറൊരു ഫിറോസ് സജിന, രണ്ടും പോക്ക് കേസ്. ഒരു റസൂൽ പൂക്കുറ്റി വന്നു, അത് അതിനേക്കാൾ വലിയ പോക്ക് കേസ്. പിന്നെ ദാ ഒരു മുഹമ്മദ് നിഹാൽ എന്നും പറഞ്ഞൊരു തൊപ്പിക്കാരൻ വരുന്നു. ഇവന്മാര് മൊത്തം പോക്ക് കേസാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആർമാദിക്കുക. ഇവന്മാരുടെ അവിഹിതങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ ഓർമ്മ തിരിച്ചെടുത്ത് കൊണ്ടുവരുവാണ് നമ്മുടെ ഷിയാസ് കരീമിന്റെ വോയിസിലേക്ക്. എന്റെ കല്യാണം കഴിഞ്ഞെന്ന് കരുതി നീ റെസ്റ്റ് ഒന്നും എടുക്കല്ലേ, നിനക്ക് റെസ്റ്റ് ഒന്നും പിന്നെ ഉണ്ടാവുകയില്ല. പിന്നെ 10 തന്നായിട്ടോ ഒരുമിച്ച് തന്നാ മതി, അല്ലെങ്കിൽ പണി പാടും. എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് അടയ്ക്കണം, ജിമ്മോടെങ്കിൽ അത് അടയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. അത് അക്കൗണ്ട് വഴി 1 ലക്ഷം 10 ലക്ഷം രൂപ 5 ലക്ഷം ഒക്കെ അല്ലെങ്കിൽ 20 ലക്ഷം ഒക്കെ ഇടുമ്പോൾ ഒരു സോഴ്സ് ചോദിക്കും. അതിന് പേര് നമ്മൾ എന്താ പറഞ്ഞാൽ നീ എനിക്ക് പൈസ തന്നിട്ട് ആവശ്യത്തിന് മാത്രം അക്കൗണ്ട് ഇടുക, എന്നിട്ട് അത് അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമുക്ക് പറയാലോ ജിമ്മിന്റെ വർക്കിന്റെ പൈസ അങ്ങനെ പറയാൻ പറ്റും. അതങ്ങനെ ചെയ്തോളൂ. അങ്ങനെ ചെയ്താൽ നല്ലത്, അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് കേട്ടോ. ശരി, ഞാൻ പെണ്ണിട്ട് നിനക്ക് റെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരും. ഇന്ന് പോളിയൊന്നും കൊഞ്ചാതെ എന്നെ വരില്ല എന്ന് മരണം വരെ ഞാൻ പറഞ്ഞു. നീ എന്റെ മരണം വരെ, ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ച പിന്നെ നമ്മൾ ആരും ശല്യപ്പെടുത്തില്ല. അങ്ങനെ കൊഞ്ചല്ലടി കൊഞ്ചല്ലേ. നിനക്ക് തോന്നലാണ് നീ ആരുമില്ല, നീ ആരാന്ന് എനിക്കറിയാലോ. പിന്നെ നീ ചുമ്മാ കൊഞ്ചല്ലേ, മോന്തക്കിട്ട് അടിക്കൂട്ടോ. നീ പൈസ ആയിട്ട് തന്നായിട്ടോ, അത് അക്കൗണ്ട് വേണ്ട. അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ കാണിക്കണം. നമുക്ക് ഭയങ്കര ഇതൊക്കെ ഇതിന്റെ ലീഗൽ ഇത് കാണിക്കണം. അല്ലാതെ ചെയ്താൽ നമുക്ക് അല്ലാതെ ചെയ്യുമ്പോഴാണ് നല്ലത്. ശരി, ഒരു സമയത്ത് എത്ര രൂപ നമുക്ക് ട്രാൻസ്ഫർ വലിക്കാൻ പറ്റും? ATM ൽ നിന്ന് 1 lakh എടുക്കാൻ പറ്റുമോ ഒരു ദിവസം? എനിക്ക് ആ പേഴ്സണൽ ലോൺ ഒന്ന് ക്ലോസ് ചെയ്യണം. അത് 5 ലക്ഷത്തി സംതിങ് ഉണ്ട്, അത് ക്ലോസ് ചെയ്യണം. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ പിന്നെ നമ്മുടെ കാർ ലോൺ, ഹൗസ് ലോൺ, അത് അടച്ചാൽ പോയിക്കോളും. നമുക്ക് ഹെൽത്ത് ഈസ് വെൽത്ത്. നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കട്ടോ. എന്ത് ചെയ്യാനാ? മറ്റേ എന്തായി മറ്റേ ഫണ്ടിന്റെ കാര്യം? റെഡിയാക്കി പൈസ വേണം, എന്തായാലും റെഡിയാക്കണം. ഇൻഷാ അല്ലാഹ്. ഓക്കെ, സെറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളാം. ജിമ്മിന്റെ പരിപാടികളെല്ലാം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ അതൊന്നും വിഷയമല്ല, അത് പണി നടക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാ. പൈസ ഫണ്ട് ഇടി നമുക്ക് അതൊക്കെ മെഷീൻ അഡ്വാൻസ് കൊടുക്കാം. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാം. വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് മാറ്റിന് അഡ്വാൻസ് കൊടുക്കണം. പിന്നെ അവിടെയുള്ള കുറച്ച് പെയിന്റിങ്, പ്ലംബിങ്, വയറിങ് ഒക്കെ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ മെഷീനുകൾ നമുക്ക് മാറ്റാം. ഒരു 2 ആഴ്ച അവർക്ക് അവധി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ മാറ്റി പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. നോമ്പ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനം വെക്കണം, മാളിനെ വരുത്തിക്കാം. അത് പറഞ്ഞാണ് ജസ്റ്റ് ടോക്കും നോക്കുള്ളൂ. അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. നീ ലവ് ചെയ്യുമെന്ന് അതിൽ ഇടണ്ടെന്നാണ് അധികം. അത് നിന്റെ വില പോകും. നിനക്ക് ലവ് ഉണ്ടെങ്കിൽ നിന്റെ വായിലും തരുന്നുണ്ട്, കുടിച്ചോ. അവള് ശ്രദ്ധിക്കും എന്ന് പറഞ്ഞാണ്. നീ ഒന്ന് ശ്രദ്ധിച്ച് ലവ് ഇടണ്ടെന്നാണ് അധികം. അത് നിന്റെ വില പോകും. നിനക്ക് ലവ് ഉണ്ടെങ്കിൽ നിന്റെ വായിലും തരുന്നുണ്ട്, കുടിച്ചോ. എല്ലാവർക്കും വായിൽ അടുപ്പിച്ചു കൊടുത്ത് കുടിപ്പിക്കുന്ന കാക്കയാണ് നമ്മുടെ ഷിയാസ് കാക്ക എന്ന് കേരളം മൊത്തം കേട്ടു. നമ്മുടെ കമ്പിക്കാദർ എല്ലാവരെയും എതിർക്കുകയും ശക്തിയുക്തം വിമർശിക്കുകയും VD സതീശന്റെ പൊന്നോമനയായിട്ടുള്ള കളിക്കൂട്ടുകാരനും സഹപാഠിയും ഒക്കെയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തോ ആവട്ടെ, അവൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ഈ തൊപ്പിയെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വിഷയം ഷാലു എന്ന് പറയുന്ന ഒരു യുവാവ് എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. നോക്കാം.
ഈ നിഷാല് മാരേജ് കഴിച്ച പെണ്ണിനൊന്നും ഈ സത്യം അറിയില്ലെന്നേ. അവൻ മാരേജ് കഴിച്ച ശ്രീലങ്കയിലുള്ള ഒരു പെണ്ണിനെയാണ്. അവൾക്ക് ഭാഷ പോലും അറിയില്ല, മലയാളം പോലും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ഒരു പെണ്ണിനെ അവൻ കല്യാണം കഴിച്ചത്. നാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടുന്നില്ല എന്നേ, അതുകൊണ്ട് അവന് ശ്രീലങ്കയിൽ പോയി കല്യാണം കഴിച്ചത്. കേട്ടല്ലോ അല്ലേ? അതിലിപ്പോ ഇങ്ങനെ പറയുന്നുണ്ട്, ഭാഷ അറിയാത്ത നാട്ടിൽ പോയി കല്യാണം കഴിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ. എടാ മരം മോയന്റെ കാതർ മോനെ, തന്തയില്ലാത്തവനെ, ഞാൻ എന്നോട് ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചത്. അന്നാണ് നീ എന്റെ പേരിൽ വ്യാജ പരാതികളും മുൻ കാമുകളും നീയും ചേർന്ന് കൊണ്ടുവരുന്നത്. അങ്ങനെ ആ സമയം കല്യാണം നടന്നില്ല. പിന്നീട് ഒക്ടോബർ മാസം കല്യാണം ഉറപ്പിച്ചപ്പോൾ പോലും എന്റെ കല്യാണം മുടക്കാനുള്ള എല്ലാ സകല കളികളും നീ കളിച്ചിട്ടുണ്ടായി. വ്യാജമായിട്ട് FIR കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, മുൻകാമുകി വെച്ച് അത് തള്ളിപ്പറഞ്ഞു, താമരശ്ശേരി കൊണ്ടുവരുന്നു, അത് തള്ളിക്കളഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം കല്യാണ മണ്ഡപത്ത് ഒരു ഞാൻ എന്താക്കിയെന്ന് അറിയാം. എന്റെ ഉള്ളിൽ ഇപ്പോൾ പുറത്തുള്ളവർക്ക് അറിയാനോട് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത്, മണ്ഡപം ഒന്ന് മാറ്റിക്കാണ്ട് വേറൊരു വിസിറ്റിംഗ് കാർഡ് അല്ല മറ്റേ ഇൻവിറ്റേഷൻ കാർഡ് ഒന്ന് വേറെ അടിച്ചു കൊടുത്തു. അവനതിക്ക് വിളിച്ച് കാണിച്ചു എന്നിട്ട് ഭയങ്കര രീതിയിൽ എങ്ങനെയുണ്ട്. ഒരു യൂട്യൂബർ എന്ന് പറയുന്ന ഒരു വേട്ടാവളിയൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ മനസ്സിലായ. യൂട്യൂബർ എന്ന് പറയുന്ന ഒരു വേട്ടാവളിയൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ മനസ്സിലായല്ലോ. ഓന്റെ കടി എന്താണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വെറും നാറിത്തരം മാത്രം കയ്യിലുള്ള വെറും ഒരു പരമചറ്റയാണ് ആര്, കാദർ കരിപ്പൊടി. അങ്ങനെ കല്യാണം ഒരുപാട് മുടക്കാൻ നോക്കിയിട്ടാണ് ഈ കല്യാണം. അപ്പൊ ഈ കല്യാണം നടന്നൊക്കെ ആയപ്പോ കാദറിന് ഭയങ്കര കുരുവൊട്ടലാണ്. മുൻ കാമുകിയുടെ പ്ലാനും പിന്നെ പ്ലാനൊക്കെ ചീറ്റിപ്പോയല്ലോ അതിന്റെ. അപ്പം ഞാൻ എന്നോട് ഒരു കാര്യം പറയാം, എന്റെ വൈഫിന് മലയാളം എഴുതാൻ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാം. നിന്റെ വീഡിയോ അടക്കം കാണലുണ്ട് എന്റെ വൈഫ്. കാരണം എന്താ പറയുക, ഈ പറയുന്ന എല്ലാ വേട്ടാവളിത്തരും അവൾ എന്നോട് പറഞ്ഞു തരലുണ്ട്. ഓക്കെ, ഞങ്ങൾ 2 വർഷത്തോളമായിട്ട് പ്രണയത്തിലായിരുന്നു. അതിനുശേഷം മാത്രമാണ് ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചത്. എന്റെ കല്യാണം മുടക്കാനുള്ള കാര്യങ്ങൾ കൂടാതെ നീ എന്റെ നാണം കെടുത്താൻ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ അറിയുന്ന വിഷയങ്ങളാണ്. എന്റെ വൈഫിനെ കുറ്റം പറയാനുള്ള അർഹത നിനക്കില്ല. നിന്റെ നാട്ടിൽ നിനക്ക് പെണ്ണ് കിട്ടൂല എന്ന് കൺഫേം ആയതുകൊണ്ട് മാത്രമാണ് നീ നേരെ പോയിരുന്നത് പെരുമ്പാവൂര് പോയിട്ട് ഒരു പെണ്ണ് കെട്ടിക്കൊണ്ടുവന്നത്. ഞാൻ ആദ്യം പ്രണയിച്ച എന്റെ മുൻ കാമുകി അടക്കം, നീയുമായിട്ടുള്ള ബന്ധമുണ്ടായതിന്റെ മുൻ കാമുകി അടക്കം മലപ്പുറം ജില്ലക്കാരായിരുന്നു. പിന്നെ എനിക്ക് വിധിച്ചത് അവിടെ നിന്നായതുകൊണ്ട് അൽഹംദുലില്ലാ ഞാൻ ഭയങ്കര ഹാപ്പി. എന്റെ ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നത്, ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പൊ അതിന് വിലയിടാൻ കാദർ കരിപ്പൊടി എന്ന തന്തയില്ലാത്തവനെ നീ ആയിട്ടില്ല, ഒന്നാമത്തെ കാര്യം. ഓക്കെ, എന്റെ വൈഫിനെ ഇതിലോട്ട് വലിച്ചിടാൻ തോന്നാൻ ഞാൻ എന്റെ വൈഫിനെ ഇതിലോട്ട് വലിച്ചിടും. ഓക്കെ, പിന്നെ ഞാൻ വലിച്ചിടാൻ ഒരു കാരണം കൂടി ഉണ്ട്. എന്റെ ഗൂഢാലോചനയിൽ എന്റെ വൈഫും ഉണ്ടായിരുന്നു എന്നുള്ള വോയിസ് റെക്കോർഡ് എന്റെ കയ്യിൽ. നീ ഇപ്പൊ സംസാരിക്കുന്ന എന്റെ ഭാര്യ എന്റെ കാറിന്റെ തൊട്ടടുത്തിരുന്നിട്ട് കേൾക്കുന്നുണ്ടില്ലേ? കേട്ടോണ്ടില്ലേ? ഇതെന്റെ ഭാര്യയാണ്, എന്റെ കൂടെ ഉള്ള. ഞാനിപ്പോ ലൗഡ് സ്പീക്കറിൽ ഇട്ട് എന്റെ ഭാര്യ അടക്കം കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെക്കുറിച്ച് വല്ലാണ്ട് പുറത്ത് ഡീപ്പിക്കരുത്, എന്നെ കൊണ്ട് അത് വല്ലാണ്ട് പുറത്തെടുപ്പിക്കുക. അനക്കും നഷ്ടമായിരിക്കും, എനിക്കും നഷ്ടമായിരിക്കും. ഞാൻ പുറത്തിടുന്ന വോയിസ് ക്ലിപ്പുകളും മറ്റൊന്നും നിനക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ ഓരോന്ന് പെരുമ്പാവൂർ അങ്ങാടി പോയിട്ട് അന്വേഷിക്കാൻ തുടങ്ങും. ഓക്കെ, പെരുമ്പാവൂർ അങ്ങാടി പോയിട്ടേ ഞാൻ അങ്ങോട്ട് അന്വേഷിക്കാൻ തുടങ്ങും. ബാപ്പാന്റെ കോറിയിൽ വരെ പോകും ഞാൻ അന്വേഷണം നടത്തിയിട്ട്. അതുകൊണ്ട് പൊന്നാര മോനെ, പെരക്കാരെ നോക്കി ചൊറിയാതിരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ബാച്ചയെ പറ്റി പറയുന്ന വിഷയത്തില് ബാച്ചയ റിഫായെ പറ്റി പറയാം. ഫാമിലിനെ വലിച്ചിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പുന്നാര മോനെ കാദറെ എന്റെ ഫാമിലിനെ ഞാൻ വലിച്ചിട്ടടിച്ചിരിക്കും, ഉറപ്പാണുള്ള കാര്യം പറഞ്ഞാലോ. സോഷ്യൽ മീഡിയയിലൂടെ പച്ചക്ക് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിരിക്കും. അതുകൊണ്ട് ഞാനും നീയുമായിട്ടുള്ള പ്രശ്നം എന്നോട് സംസാരിക്കാനുള്ള ധൈര്യം ആർജവം കാണിക്കുക, അല്ലെങ്കിൽ ആണും പെണ്ണും കെട്ട മാതിരി സാരി ചുറ്റിയിട്ട് കാസർഗോഡ് അങ്ങാടിയിൽ തെണ്ടുക, ബസ് സ്റ്റാൻഡിലും. ഓക്കെ, മുല്ലപ്പൂ ഒക്കെ ചൂടിയിട്ട് എനിക്ക് ഉത്തരം പറയാനില്ല. കാദർ കരിപ്പൊടി ഇത് എല്ലാം തന്നെയാണ്. പിന്നെ ഒരു ഡിഫമേഷൻ വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലുള്ളത് പരാതി കൊടുക്കാൻ വന്നതാണ്. വണ്ടി എടുത്ത് പറഞ്ഞു സമാനത്തിലിരിക്കട്ടെ. ഇന്ന് രാവിലെ മുതൽ ഓട്ടോയിൽ. ഓക്കെ, ഇന്ന് കേരളത്തിൽ ചെറിയൊരു ഭാഗം ആൾക്കാരുടെ മുന്നിൽ ഞാൻ പോക്സോ കേസ് പ്രതിയല്ല, പോക്സോ കേസ് ചെയ്ത ആളാണ്. ഓക്കെ, പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയ ആളാണ്, ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റിപ്പോറ്റിയ കുറച്ച് നാറുകൾ. ഓക്കെ, ഇനി വെറുതെ സോഷ്യൽ മീഡിയയിൽ കാണിച്ച് ഇവന്മാരെ എക്സ്പോസ് ചെയ്തിട്ട് ഇവന്മാർ ഇത് ക്രെഡിറ്റ് ആയിട്ട് ഇവന്മാർക്ക് ഇത് കുഴപ്പമില്ല, ഇവന്മാർക്ക് റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, എക്സ്പോസിങ് ചെയ്ത് ഇതെല്ലാം ഞാൻ പറയട്ടെ. ഇതാണോ 2 ക്രിമിനൽ കേസുകളും പിന്നെ ഒരു ഡിഫമേഷന്റെ ലീഗൽ നോട്ടീസ് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയി. ഓക്കെ, നേരെ ജയിലിൽ കയറ്റാം. അതന്നെ ഡയറക്റ്റ് നേരെ ഇമ്മാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. കാരണം എക്സ്പോസിംഗ് ഒന്നും ഇവർക്ക് ഇതൊക്കെ റീച്ച്, ഇതെല്ലാം നെഗറ്റീവ് റീച്ച് മുന്നോട്ട് പോവാം. ഇതാണ് ഇവരുടെ മൈൻഡ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന വെച്ചാൽ പോക്സോ കേസ്, അബോർഷൻ കേസാണെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്റ്റിൽ സമൂഹത്തിൽ ഒരാളെ നാറ്റിക്കണമെങ്കിൽ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇവരെനിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ തെളിവില്ലാണ്ട് ഒരു അലിഗേഷൻ ഇതാക്കുമ്പോൾ ഞാൻ പോക്സോ കേസ് പ്രതിയാന്ന് പറയുമ്പോൾ പോക്സോ കേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ എന്തെങ്കിലും കേരളത്തിലെ ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് എനിക്കെതിരെ പറയണം. ഓക്കെ, ഒരാളെങ്കിലും എനിക്കെതിരെ പറഞ്ഞെങ്കിൽ ഓക്കെ, ഒരു ഇതുമില്ലാണ്ട് വന്ന് വെറുതെ പച്ചക്ക് വിളിച്ചു പറയാം അബോർഷൻ ചെയ്തത് ഒരാളെങ്കിലും അത് പറഞ്ഞു തരാം. ഞാൻ പ്രണയിച്ച് അതായത് റിലേഷൻഷിപ്പിൽ ഇതാക്കി പ്രണയം നടിച്ച് പീഡിപ്പിച്ച് സൂക്ഷിക്കുന്നതായുള്ള വീഡിയോകളും ഇവർ പുറത്തുവിട്ടു. യൂട്യൂബർ തുപ്പി എന്ന മുഹമ്മദ് നിഹാദ് ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന ആരോപണവുമായി സുഹൃത്തുക്കൾ രംഗത്ത്. തുപ്പി വീട്ടിൽ ലഹരി സൂക്ഷിക്കുന്നതായുള്ള വീഡിയോകളും ഇവർ പുറത്തുവിട്ടു. നിഹാദിന്റെ MRS ഗാങ്ങിൽ ഒപ്പമുണ്ടായിരുന്നവരാണ് ആരോപണം ഉയർത്തുന്നത്. അതേസമയം പോലീസിൽ ഇത് സംബന്ധിച്ച പരാതികളൊന്നും നൽകിയിട്ടുമില്ല.
ക്യാമറയിൽ കാണാത്ത മറ്റൊരു സ്വഭാവവും തൊപ്പിക്കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ആരോപണമുയർത്തുന്നത്. തൊപ്പി ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. കഞ്ചാവ് പോലുള്ള വസ്തുക്കൾ ഷെൽഫിൽ നിന്നെടുത്ത് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച പരാതികളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. തൊപ്പിയുടെ അടിവസ്ത്രങ്ങൾ വരെ അലക്കിക്കുമായിരുന്നെന്നും മുഖത്തടിക്കുമായിരുന്നെന്നും ആരോപണമുണ്ട്. കണ്ടന്റിന് വേണ്ടിയാണ് തൊപ്പി സഹായങ്ങൾ ചെയ്തിരുന്നത്. തൊപ്പി പുറത്തുപോയപ്പോൾ കൃത്രിമമായി സൃഷ്ടിച്ചതാണ് വീഡിയോ എന്നാണ് തൊപ്പിയുമായി ബന്ധപ്പെട്ടവരുടെ വിശദീകരണം. വീഡിയോ ചിത്രീകരിച്ചവർക്കെതിരെ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദും ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. താമസ സ്ഥലത്തു നിന്നും ലഹരി കണ്ടെത്തിയതിൽ തൊപ്പിക്കെതിരെയും നേരത്തെ അന്വേഷണം നടന്നിരുന്നു. അടുത്തത് ബിഗ് ബോസ് ദമ്പതികളായിട്ടുള്ള സജനയും ഫിറോസും. ആ ഫിറോസിന്റെ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പണം കൊണ്ട് ഒരുത്തനോട് ഒളിച്ചോടിയപ്പോഴത്തേക്ക് ഞാൻ പണം കണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നാണക്കേടാണ് സജിന. നിക്കാറും കഴിഞ്ഞ് നിങ്ങൾ നോക്കിയോ ഫേസ്ബുക്കിൽ എന്നെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഇട്ട് ഇടാൻ പോവുക. അയ്യോ നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടിയ ചാവും കേട്ടോ. അതാ പറഞ്ഞപ്പോ ചാവ് നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്. ഏറ്റവും നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് ഒളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി? ശരി സജിന, ആണ്. ഞാൻ ഇടപെട്ടെ. എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്നെ എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് വയ്ക്കാൻ വേണ്ടി നിൽക്കുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ഏത് ലെവലിൽ ഞാൻ പോയി എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ. ഈ സമയത്താണ് ഒറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയിൽ ഇവൾക്ക് പാടാനും കണ്ട് റസൂൽ പൂക്കുട്ടി അവസരം കൊടുക്കാമെന്നും കണ്ട് പറഞ്ഞിട്ട് ഇവൾ കൊണ്ടുപോയിട്ട്, അതായത് ലക്ഷ്മി ജയൻ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നു. ആരെയാണ്? ഈ വുമണൈസർ റസൂൽ പൂക്കുട്ടിയെ. അങ്ങനെ അയാൾ കണ്ടിട്ടുണ്ട് അതിനകത്തൊരു വേഷം അങ്ങ് കൊടുക്കാം. ഒരു വേഷം എന്ന് പറഞ്ഞാൽ എന്തോ ചെറിയൊരു സാധനം, അതായത് ഉദ്ദേശം വേറെയാണല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ കണക്റ്റ് ആവുന്നു. അങ്ങനെ ഇവർ പ്രണയത്തിലേക്ക് പോകുന്നു. പിന്നെ ഞാൻ അറിയുന്നത് ദുബായിൽ വെച്ച് ഇവർ കാണുന്നു. മുംബൈയിൽ ഇവിടെ ഫ്ലൈറ്റ് എടുത്ത് പോയിട്ട് ഇയാളുടെ സ്റ്റുഡിയോയിൽ പോയി കാണുന്നു. ഈ ഒറ്റിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ, അതിൻ്റെ ഒറ്റിൻ്റെ ഇത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റ് നടക്കുന്ന സമയത്ത് എറണാകുളത്തൊരു സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു. ആ സ്റ്റുഡിയോയിൽ പോയി കാണുന്നു. ഈ സ്റ്റുഡിയോയിലൊക്കെ ഞാൻ ഇതിൻ്റെ ബാക്കിൽ പിന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് തേരിമേരി എന്ന് പറഞ്ഞിട്ട്, വർക്കല. അപ്പോൾ അവിടെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ, ഗൾഫിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ, അവരുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണിച്ചിരുന്നു. ഞാനങ്ങനെ ഇവരെ മുംബൈയിലെ വീട് എനിക്കറിയില്ല, അങ്ങനെ അഞ്ചലുള്ള വീടുണ്ട്. അഞ്ചലുള്ള വീട്ടിൽ ഞാൻ പോകുന്നു. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് അഞ്ചലുള്ള വീട്ടിൽ പോയി. ഇവിടത്തേക്കായിട്ട് വന്നതാണോ അതോ വേറെ വന്നിട്ട് കയറിയത്? അല്ല, ഇവിടത്തേക്കായിട്ട് വന്നൊരു പേഴ്സണൽ മാറ്റർ പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ റസൂൽ പൂക്കുട്ടിയാണ്. അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ച് അപ്പോൾ എനിക്ക് അത് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പുള്ളി ലൈഫ് കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് ഇതിനകത്ത് വലിച്ചൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മളെ നോവിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നോവിക്കാൻ വേണ്ടി പുള്ളി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ കുടുംബം തകർന്നു. പക്ഷെ അത് നിങ്ങൾ വിളിച്ചപ്പോൾ ഇനിയും ഉണ്ടാകുന്നു. വേറെ ഒന്നും ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇനി ഡൈവോഴ്സ് ആയിട്ടില്ല. ഇന്നിപ്പോഴും എൻ്റെ ഭാര്യയാണോ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ടൊക്കെ കാര്യം ചെയ്താൽ മതി. ഇനി സജിനയുമായിട്ട് സജിനെ പ്രൊട്ടക്ട് ചെയ്യണോ, സജിനെ കാണാനോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. ഇത് കാരണം ഞാൻ ഇനി തുടർന്നു കഴിഞ്ഞാൽ, കാരണം നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഇനിയും പുള്ളിയെ തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ രീതിയിൽ പോകേണ്ടി വരും. ഒരുപാട് ലീഡ് വരുന്നല്ലേ? പക്ഷെ ഇതിനകത്ത് ഒരു ഇതല്ല. പക്ഷെ എൻ്റെ അവസ്ഥ ഇതായതുകൊണ്ടാണ് ഇവിടെ വരേണ്ടി വന്നത്. പുള്ളിയുടെ കൂടി സംസാരിച്ചു. ഇത് നിങ്ങളുടെ കൂടെ വന്നിട്ട്, കാരണം നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടന്മാർ സഹോദരങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. പക്ഷേ അവരുടെ ഒരു വിശ്വാസം, കാരണം ഇയാൾ ഒരു തെറ്റും ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അവർ. കാരണം ഇവൻ്റെ ഈ ക്രിമിനൽ ബുദ്ധികൾ ഇപ്പോൾ അവർക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും, അറിയാം അവർക്ക്. കാരണം ഇവന് പല സ്ഥലത്ത് എനിക്കിപ്പോൾ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അതിലൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ പാലക്കാട് നിന്ന് ഒരു പെണ്ണോട്ടവും പ്രണയത്തിലാണ്. ഓരോ ജില്ലയിലോരോ ലേഡീസ് ഉണ്ട്. ഇത് കേരളത്തിൽ മാത്രം സംഭവമാണ്. അപ്പോൾ പുറത്തുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം ഇവനെ കണ്ടു കിട്ടാൻ ഇത്തിരി പാടാണ്. ഇവനെ പലപ്പോഴും റസൂലിനെ വിളിച്ച് ഞാൻ വാൺ ചെയ്യുന്നു. ഇവനെ എനിക്ക് കണ്ടു കിട്ടുന്നത് പറഞ്ഞാൽ ചലച്ചിത്ര അക്കാദമിയിലെ ചെയർമാനാണല്ലോ. അങ്ങനെ അതിൻ്റെ ഒരു ഫെസ്റ്റിന് ഇവനവിടെ വരുമ്പോഴാണ് ഞാൻ ആ സ്റ്റേജിൽ ചെന്ന്. അന്ന് ഫ്രണ്ട് നിരയിൽ സജിന ഇരിപ്പുണ്ട് അവിടെ. ഞാൻ ഇവനോട് വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നേരെ കയറി സ്റ്റേജിൽ കയറി. അപ്പോഴത്തേക്ക് സജിനയെ ഞാനോട്ടൊക്കെ ഓൾമോസ്റ്റ് അല്ല, ഈ അടുത്തിടയ്ക്കല്ലേ, അപ്പോൾ ഓൾറെഡി പിരിഞ്ഞ് തന്നെ നിൽക്കണം. പക്ഷേ ഇവൻ ഇത്ര ഡാമേജ് ചെയ്തിട്ട്, കാരണം എത്ര പ്രാവശ്യം അവനെ വിളിച്ച് പറഞ്ഞ് എൻ്റെ വീട്ടിൽ പോയി ഇതെല്ലാ പ്രോസസ്സുകളും അന്നോട്ടെ 4 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്നതായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അതിനകത്ത് കയറി അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ എനിക്കിട്ട്
പണി തന്നിട്ടൊക്കെ മറ്റാണുങ്ങളൊക്കെ വെറും കിഴങ്ങന്മാരാണെന്നുള്ള നിൻ്റെ തോന്നൽ. നീ എന്തായാലും കുടുംബമായിട്ട് സുഖമായിട്ട് ജീവിക്കില്ലേ? അത് നാളെ ഒരിക്കൽ ഇതെല്ലാം കണ്ടുകൊണ്ട് മേളിലൊരാളുണ്ടോ, അയാൾ ഉറപ്പായിട്ടും നിനക്ക് പണി തരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല ഇന്ന് ഇങ്ങനെ വന്നൊരു വീഡിയോ ചെയ്യേണ്ടി വരും എന്നുള്ളത്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇവർ തന്നെയാണ്. അതൊരു പക്ഷേ ദൈവം അങ്ങനെ ആക്കിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരിക്കും. അതുപോലെ തന്നെ ഈ റസൂലിൻ്റെ ഇൻഫ്ലുവൻസ് ചെറിയ ഇൻഫ്ലുവൻസ് ഒന്നുമല്ല. അത് എല്ലാ മേഖലയിലും അവന് പണമുണ്ട്, പൊളിറ്റിക്സിൽ പിടിപാടുണ്ട്, പോലീസുകാരുമായിട്ട് ബന്ധമുണ്ട്. അതിലെ ഒരു ഇരയാണ്. ഒരുപാട് ഇരകളുണ്ട്. എങ്കിലും നമ്മൾ ഒരു ചെറിയൊരു വാർത്തയിടയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു BMW സഞ്ജനയ്ക്ക് മേടിച്ചു കൊടുത്തിട്ട് അതിന് 8 ലക്ഷം 8.5 ലക്ഷത്തിന് അങ്ങോട്ട് മേടിച്ചു കൊടുത്തില്ല. ബാക്കി 1 ലക്ഷം സംതിങ് അങ്ങോട്ട് കൊടുക്കാതെ പറ്റിച്ചു. അങ്ങനെ ഇവരെ സ്ഥിരം വിളിക്കുമ്പോഴത്തേക്ക് അവനെ വരട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ലാസ്റ്റ് എറണാകുളത്ത് വെച്ചിട്ട് ആ വണ്ടി അവൻ വന്ന് എടുത്തുകൊണ്ട് പോയി. കാരണം ഒബ്വിയസ്ലി കാശ് ആകെപ്പാട് ചെറിയ ലാഭം അവന് കിട്ടത്തുള്ളായിരുന്നു. അങ്ങനെ ആ 1 ലക്ഷത്തി സംതിങ് പൈസ കൊടുത്തിട്ട് വണ്ടി എടുത്തു എന്ന് പറഞ്ഞിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോയി. അങ്ങനെ റസൂലിൻ്റെ ക്രിമിനൽ ബുദ്ധി എന്ന് ആലോചിച്ച് നോക്കണം. കാരണം അവൻ ആ കേസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോൾ അതിൽ 6 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. അത് ഇയാൾ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞിട്ട് മോഷണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് 14 ദിവസം ആ 2 പേര്, അതായത് ഒരു അൻവറും കൂടെ ഡ്രൈവറായിട്ട് വന്ന ആളും 14 ദിവസം ജയിലിലായിരുന്നു. എന്നിട്ട് ഇവർ എല്ലാ ആഴ്ചയും ഇപ്പം വന്നിട്ട് എറണാകുളത്ത് വന്നിട്ട് ഒപ്പിട്ട് കൊടുക്കണം സ്റ്റേഷനിൽ. അതിലൊരാൾ അയാളുടെ വിസയുടെ കാലാവധി കഴിഞ്ഞ് ഗൾഫിൽ പോകാനുള്ള ആളായിരുന്നു. അയാളുടെ ലൈഫ് നശിപ്പിച്ച്. ഇതൊക്കെ ഇവർക്കൊരു രസമാണ്. കേവലം 1 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, 1 ലക്ഷം രൂപ അതുപോലും അവർ ഗെയിം കളിച്ച് ഒരുത്തിൻ്റെ 2 പേരുടെ ലൈഫ് ഇല്ലാതാക്കി. അപ്പോൾ അങ്ങനെയുള്ള ആ ക്രിമിനൽ ബാക്കിയുള്ളവരുടെ ലൈഫ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എന്നെ ഏത് കള്ളക്കേസും കുടുക്കി ഏത് കള്ളക്കേസിലും കൊണ്ടിടുക എന്നുള്ളത് 100% ഉറപ്പാണല്ലോ. അത് കണക്ക് ക്രിമിനലായിട്ടുള്ള സജിന ഏതറ്റം വരെ വേണമെങ്കിലും പോകുന്നുള്ളത് 100% ഉറപ്പാണ്. ഇത് ഈ ഓഡിയോ ഒന്ന് കേൾക്കാം. റസൂൽ പൂക്കുട്ടിയും സജിന ഡുമ്മായും സജിനയുമായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ആണ്. ബൈബിൾ പ്രകാരം അവരുടെ ദൈവമാണ്, ആ ദൈവം ചെയ്തോളൂ, ഞാൻ ഇതൊന്നും ചെയ്തെന്ന് പറഞ്ഞ് അവൻ വഴി മാറി. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ DA കൂടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി എന്തുകൊണ്ടാണ് DA ഇത്ര ചൂടായിട്ട് മനസ്സിലാകും. അന്റമ്മയുടെ സംഭവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ DAയുടെ കാര്യം അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. അത് ഇന്ന് പറഞ്ഞ് തിരിഞ്ഞതാണ്. അപ്പൊ ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടാണ് അവൻ എനിക്ക് സ്റ്റാൻഡ് എടുത്തത്. അത് ഞാൻ പറഞ്ഞു, ഈ 2ാമത് പ്രഗ്നൻസിയുള്ള കാര്യം അത് സത്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു. കഴിഞ്ഞ റിപ്പോർട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് സത്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോഴാണ് ഇവരും കാരണം ഇവരുടെ ആയുധം അതായിരുന്നല്ലോ, മെയിൻ ആയുധം. ഈ കാര്യം ഞാൻ സംസാരം മതി എന്റെ അബദ്ധത്തിൽ എന്ന് പറഞ്ഞു ഭയങ്കര ചൂടാകുന്നു. അവരോട് പറയാം ചൂടാകാതെ ഞാൻ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കാൻ പറയും. നമ്മൾ മറ്റുള്ളവരോട് നമ്മളിപ്പോ മീഡിയയിലൊന്നും പറയല്ലോ. തൽക്കാലം ഉണ്ടായിരുന്ന വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഞാൻ ഷാജിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളൊരു തൽക്കാലം കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടിയിരിക്കുന്നതേ ഉള്ളൂ. ഒരുപാട് കഴിയുമ്പോൾ എന്താണെന്ന് കാര്യം നമുക്ക് പിന്നീട് നോക്കാം. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അല്ല, ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ സത്യം നേരിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം എന്താണ് നിങ്ങൾ ഇതിപ്പം നേരെ പോകാൻ പറ്റുന്ന സ്ഥിതിയിലാണോ റസൂൽക്കുട്ടി പോകുന്നത്? എന്താ വെച്ചാൽ എനിക്ക് നേരത്തെ അറിഞ്ഞാൽ അതിനുള്ള വഴി ഒപ്പിക്കാനും എന്തെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇപ്പൊ ഇവള് പറഞ്ഞാൽ ഒന്ന് തണുത്ത് വരുമ്പോൾ റസൂൽക്കുട്ടിയുടെ വായിന്ന് ഞാൻ അയാളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അന്നമ്മയെ വിളിച്ചത് പറഞ്ഞ് അത് ഇതൊക്കെ വലിയൊരു വിഷയത്തിൽ പിന്നെ സജിന താഴെ നിൽക്കുന്നു വിചാരിക്കുന്നത്. ഞാൻ 100% വാക്കുകളാണ്. ഞാൻ അന്നമ്മയോ ഇവളുടെ കൂട്ടുകാരികളോ അച്ചായനോ ഇവൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനുമായിട്ടും സംസാരിക്കുന്നില്ല. ഞാൻ ഇന്നലെ മുതലുള്ള സംഭവം നിർത്തി. ഓക്കെ, അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൾക്ക് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക. ഫിറോസിനെതിരെ എത്രയും പെട്ടെന്ന് ഒരു ലീഗലി ഫിറോസിനെതിരെ കേസ് ഫയൽ ചെയ്യാമെന്ന് സഞ്ജനയുടെ ഉമ്മയോട് റസൂൽ പൂക്കുട്ടി പറയുന്നതാണ്. കേട്ടല്ലേ? ഈ വീഡിയോകൾ ഇങ്ങനെ കേട്ടിട്ട് ഇവരുടെ അഭിമാനം നശിപ്പിക്കാതെ അതിനെതിരെ നിർത്തുക. ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യം വെച്ചാൽ ഇതെല്ലാം ഞാൻ കൂടെ നിൽക്കാം. അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല. വലിയ പൈസ ഭയങ്കര പൈസ ചിലവുള്ള കാര്യമാണ്. അതായത് ഇയാളെ പൈസ എത്ര വേണമെങ്കിലും ചിലവാക്കുക എന്നുള്ളതാണ് പറയുന്നത്, എന്നെ പൂട്ടാൻ വേണ്ടി. അതൊക്കെ മനസ്സിലായി, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വീണ്ടും ആയി എന്നുള്ള തെളിവ് എനിക്ക് മനസ്സിലായി. ഞാൻ അവളെ വഴക്കും പറഞ്ഞു, ഒന്ന് പോയി കഴിഞ്ഞാൽ സജിന നീ ഇതുണ്ടോന്ന് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. ഇപ്പൊ നീ ഇത് തെളിവ് എന്നെ കാണിച്ചപ്പോ ഇത് വീണ്ടും നിങ്ങൾ ഇതില്ലാതെ ഇപ്പം വീണ്ടും നിങ്ങൾ ഒന്നായോ? ഉമ്മി സജിനാട് ഉമ്മയുടെ അതേ പ്രായം തന്നെയാണ് ഈ കള്ളക്കളവനും. ശരിയായ രീതിയിലാണോ? എങ്ങനെ ഇത് രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും കൂടെ ഉൾപ്പെട്ടല്ലേ? അപ്പൊ രണ്ടുപേരുടെ കയ്യിലും തെറ്റുണ്ട്. ഇത് ശരിയാണ് ഞാൻ പറഞ്ഞത്.
അല്ല നിങ്ങൾ രണ്ടുപേരുടെയും ചെയ്ത് തെറ്റ് റസൂൽ കുട്ടി ഒരാൾ മാത്രം വിചാരിച്ച് വീണ്ടും ഞാൻ ഒരാളെ മാത്രം തെറ്റ് പറയുന്നില്ല. പക്ഷെ മറ്റേ സംഭവം ഒരുത്തന്റെ ഭാര്യയായിരുന്ന് അവന്റെ കുഞ്ഞുങ്ങളുടെ ഉമ്മയുമായിരുന്ന മകള് വേറൊരുത്തന്റെ കൂടെ പോയിട്ട് ഗർഭമുണ്ടാക്കിക്കൊണ്ട് വന്നതിനെ ന്യായീകരിക്കുന്ന ഒരു തള്ളയുടെ വോയിസാണ് നമ്മൾ ഈ കേൾക്കുന്നത്. മോളുടെ അവിഹിത കാമുകനോടാണ് ഈ ഉമ്മ സംസാരിക്കുന്നത്. ബാക്കി നമുക്ക് ഊഹിക്കാം. പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മൂന്നാമത്തെ ഉണ്ടാക്കില്ലായിരുന്നു. ഞാനത് പ്രിക്കോഷൻ എടുത്താന് എന്നോട് പറയാതെ എന്നെ നിർബന്ധപൂർവം നിർബന്ധപൂർവ്വം ഞാൻ പറയാം. എന്നോട് പറയാതെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുപോയിട്ടല്ലേ ഞാൻ ഉണ്ടാക്കുക. എന്നോട് പറഞ്ഞിട്ട് ഞാൻ അപ്പഴേ പ്രിക്കോഷൻ എടുത്തില്ലേ, ഞാൻ അപ്പഴേ മാറി നിൽക്കില്ലേ. നമുക്ക് എല്ലാവർക്കും ഒരു ശരിയായ രീതി നേടാൻ പറ്റിയില്ല. അതിനൊരു അവസരം ഇവളും പിന്നെ അമ്മയുടെ ചെറിയ ചെറുപ്പം കഴിയാറ് എല്ലാ കഴിഞ്ഞ ഉണ്ടാകാൻ വേണം. കാണാറി ഇനിയിപ്പോൾ അതെല്ലാം ഞാൻ പറയുന്നത് വരെ വന്നതും പോയതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാതെ നിങ്ങൾ ഇനിയുള്ള മുന്നോട്ടുള്ളത് ഓരോരുത്തർ തമ്മിൽ ദേഷ്യം വരുന്ന ഒറ്റ അടിക്ക് എന്തോ ഹലോ അച്ഛൻ്റെ അടുത്ത് എന്ത് പറഞ്ഞത്? അച്ഛൻ അങ്ങോട്ട് മാറി ചേർന്നു. കാര്യം അച്ഛൻ കോൺസ്റ്റന്റ് അച്ഛൻ ഇപ്പോ കേട്ടില്ല. പിന്നെ അത് ചെയ്യുന്നുണ്ടോ ഇത് ചെയ്യുന്നുണ്ടോ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് എന്റെ വേറെ പിന്നീടാണ് മനസ്സിലായത് അച്ഛൻ ആക്ച്വലി പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അച്ഛൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. ഓ, അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? ഞാൻ എല്ലാ സംസാരം ഇതാരും പിന്നെ ശരിയാണെന്ന് തോന്നുന്നില്ല. അതെന്നെ വരട്ടാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അത് വാട്ടിലെ കാര്യങ്ങൾ സംസാരിച്ചത് പൊതുവെ നീ എന്തിനാണ് അവൾക്കെതിരെ നിൽക്കുന്നത്, നിന്റെ പെങ്ങളെ നമുക്കെല്ലാവരും ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ടെന്ന് നീ ഏതാണ്ട് എല്ലാം കണക്കാണെന്ന് മനസ്സിലായില്ലേ? ശരി, പബ്ലിക്കിലേക്ക് ഈ വിഷയം ഇട്ടത് വളരെ നന്നായി. അതല്ലെങ്കിൽ സജന വന്ന് കരയുമ്പം സ്വാഭാവികമായിട്ടും ഫിറോസ് എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന ആളുകൾ കരുതി പോകുമല്ലോ. ഫിറോസിനെ കുറിച്ച് മുമ്പ് സജന വന്ന് പറഞ്ഞതും ഒരു പ്രായപൂർത്തി പോലും ആകാത്ത ഒരു കൊച്ചിനെ ഫ്രഞ്ച് കിസ് അടിച്ച ബിഗ് ബോസ് താരത്തെ കുറിച്ചിട്ടൊക്കെ അവളും പറയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നാലും സോഷ്യൽ മീഡിയക്ക് ഇത് വലിയ ഉത്സവത്തിന് ഇടയാക്കി കൊടുത്തല്ലോ ഇവര്. നന്ദി.